ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അച്ഛനമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോറിനാൻ പോവാണ്. ബാക്കിയുള്ള കാര്യങ്ങളും അച്ഛനമ്മയും പറയും. തട്ടിപ്പപ്പായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നല്ല, പുതിയതായി യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും കുറച്ച് പേരെ സംശയമാണ് കോപ്പിയടി എങ്ങനെ വൈറലാവാം എന്നൊക്കെയുള്ള കുറച്ച് സംശയങ്ങളാണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിയടി തന്നെയാണ് കേട്ടോ. കോപ്പിയടി എന്ന് പറഞ്ഞാൽ കളിയാക്കൊന്നും വേണ്ട. എന്താ കാരണം വെച്ചാൽ ലക്ഷങ്ങൾ കോടികൾ മുടക്കിയിട്ട് സിനിമ വരെ കോപ്പി അടിക്കുന്നു. അതിനേക്കാളും വലുതല്ലല്ലോ നമ്മൾ കോപ്പി അടിച്ചിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടിയുള്ള കാര്യം നമ്മൾ പറയാമല്ലോ. വെറുതെ ആൾക്കാരനെ നമ്മൾ ചെയ്യാത്ത കാര്യം പറയട്ടെ വെച്ചാൽ നമ്മൾ കോപ്പി അടിച്ചിട്ടാണ് കിട്ടുക. അപ്പോൾ കുറേ പേര് ചോദിച്ചു നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ കണ്ടൻറ്റ് കിട്ടണത്. സത്യമായിട്ട് കോപ്പി അടിച്ചിട്ടാണ്. നമ്മളെ പോലെയുള്ള ആൾക്കാരും വലിയ പ്രമുഖരായിട്ടുള്ള ആൾക്കാരും കോപ്പി അടിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. വലിയ വലിയ പ്രമുഖരായിട്ടുള്ള ആൾക്കാരും എല്ലാം കോപ്പിടി എന്ന് പറയരുത്. ചിലതൊക്കെ ഞങ്ങളുടെ ബുദ്ധിയിൽ വരുന്നത്, ചേട്ടന്റെ ബുദ്ധിയിൽ ചിലതൊക്കെയാണ്. വരുന്നതൊക്കെയാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ദിവസം 3 വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം 3 വീഡിയോ വെച്ചിട്ട് നിങ്ങൾ ഒരു 30 ദിവസം കണക്കൂട്ടിയ 90 വീഡിയോ. ഇത് നമ്മൾ പണിക്ക് പോയിട്ട് അതിൻ്റെ ഇടയിലൊക്കെയാണ് ഇത് ചെയ്യണത്. അപ്പോൾ ഇത്രയും വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സകല ഒരുവിധ ആൾക്കാരൊക്കെ കോപ്പി അടിയാണ്. അപ്പോൾ വൈറലാവാൻ എങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ കണ്ടൻറ്റൊക്കെ കിട്ടണേന്ന് ചോദിക്കുന്ന ആൾക്കാരെടുത്തത്. അപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യണി എന്തായാലും നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് നല്ല നല്ല ഹിന്ദിക്കാരാണ് ഇത് കൂടുതൽ കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഹിന്ദിക്കാരനെ കളിയാക്കാറുണ്ടല്ലോ. ഹിന്ദിക്കാരാണ് ഇത് കൂടുതൽ കണ്ടുപിടിക്കുന്നത്. ഇവരെ വലിയ പ്രമുഖരായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യം എന്തിട്ടാന്ന് വെച്ചാൽ ഞങ്ങൾക്കും ഒരു ഇതുണ്ടായിരുന്നു. ഇതൊക്കെ ഇവിടുന്ന് ഒരിക്കൽ കിട്ടണം, ഈ പ്രമുഖരായിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഇവിടുന്ന് കിട്ടണേ എന്നുള്ള തുടക്കത്തിൽ ഞങ്ങൾക്ക് യൂട്യൂബിൽ സംശയങ്ങളുണ്ടായിരുന്നു. ഇവർക്ക് ഇവിടുന്ന് ഈ വ്യത്യസ്തമായ കണ്ടന്റുകൾ കിട്ടണേന്ന്. അങ്ങനെ നമ്മൾ ഇൻസ്റ്റാഗ്രാം തുടങ്ങി. ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ കണ്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഹിന്ദിക്കാർ ചെയ്തതും ഇംഗ്ലീഷുകാർ ചൈനക്കാർ ഇവരൊക്കെ ചെയ്യണത് കുറച്ച് കഴിയുമ്പോൾ പ്രമുഖരായ യൂട്യൂബർമാർ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ട്രിക്ക് മനസ്സിലായത്. അതായത് നല്ല നല്ല അടിപൊളിയായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുന്ന കുറച്ച് ഹിന്ദിക്കാരനെയും ഇംഗ്ലീഷുകാരനെയും ഈ ചൈനക്കാരനെയും പല പല ഭാഷയിലുള്ള ആൾക്കാരെ ഇവർ സേവ് ചെയ്ത് വെക്കും. ഇവർ സേവ് ചെയ്ത് വെക്കുമ്പോൾ എന്താ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളോ ചെയ്ത് വെക്കുന്ന കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ വീഡിയോ നമ്മളിലോട്ട് വരില്ലോ, നമ്മൾ കാണുമല്ലോ. അങ്ങനെ അപ്പം തന്നെ ചൂടാറാതെ തന്നെ അത് പോയി എടുത്ത് അവര് ഹിന്ദി പറയുന്നു, അത് നമ്മള് മലയാളമായിട്ട് മലയാളത്തിൽ ഓൺ വോയിസ് ചെയ്യുന്ന ആൾക്കാർ ഇത് തന്നെയാണ്. തമിഴിൽ പറയുന്ന ആൾക്കാരുണ്ട്, ഹിന്ദിയിൽ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഭാഷ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത് മലയാളത്തിലോട്ട് ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 3 വീഡിയോ 30 ദിവസത്തിനുള്ളിൽ 90 വീഡിയോ ഇതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള എല്ലാ ആൾക്കാരും ചെയ്യണം. ഞങ്ങൾ ആരും പേരൊന്നും എടുത്ത് പറയില്ല. അപ്പോൾ ഞങ്ങളും ഈ പരിപാടി മെത്തേഡ് ഫോളോ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് റീച്ച് കിട്ടണമെന്നുണ്ട്, ഇത് കിട്ടണമെന്നുണ്ട്, ഇങ്ങനെ വ്യത്യസ്തമായ കണ്ടൻറ്റുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് നല്ല നല്ല കോമഡി ചെയ്യുന്ന കുറച്ച് ആൾക്കാരനെ നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും പുതിയ പുതിയ കണ്ടൻറ്റ് കിട്ടും. പിന്നെ കോപ്പിയടിയാണ് ചോദിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ കോപ്പിയടിയാണ്, ഇല്ലയെന്ന് നമ്മൾ പറയില്ല. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ അംഗീകരിച്ചു. ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ കോടികൾ മുടക്കിയിട്ടുള്ള തമിഴ് സിനിമ മലയാളത്തിലേക്ക് ആക്കണു, മലയാള സിനിമ തെലുങ്കിലേക്ക് ആക്കണു, തെലുങ്ക് സിനിമ ഹിന്ദിയിലേക്ക് ആക്കണു. പക്ഷേ നമുക്ക് ഇതിലുള്ള ഇത് എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കോടികൾ ഉണ്ടാക്കുന്നു, നമുക്ക് മാസത്തിൽ ചിലപ്പോൾ ഒരു $100 $200 കിട്ടണു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാടികൾ. പിന്നെ വൈറലാവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നല്ല രീതിയിൽ പ്രയത്നിക്കണം, നല്ല രീതിയിൽ വീഡിയോസുകൾ ഇടുക, ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള കണ്ടൻറ്റുകൾ ഇടുക, പിന്നെ കൂടുതൽ വൈറലായി നിൽക്കുന്ന സോങ്ങിലിടുക. പിന്നെ കുറേ പേര് ചോദിച്ചു, ഇപ്പം ഞങ്ങളൊരു പാട്ട് പിടിച്ചിട്ടുണ്ട്. ഏത് പാട്ട്? ഒരു തെലുങ്ക് പാട്ട് പിടിച്ചിട്ടുണ്ട്. ഈ പാട്ട് മാറ്റി പിടിക്കുന്നത്, ഞങ്ങൾ പാട്ട് മാറ്റി പിടിക്കുമ്പോൾ ഞങ്ങൾക്ക് വ്യൂസ് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ വലിയ ഇപ്പോൾ കാൽബ്രോ ബിജു ചേട്ടൻ തന്നെ ഒരു പാട്ട് ചുരുങ്ങിയത് 2000 വീഡിയോ ഇട്ടുണ്ടാവും. 2000 അല്ല, 1000 വീഡിയോ ഇട്ടുണ്ടാവും. അപ്പോൾ അതാണ് കേസ്. അതായത് ആ പാട്ടുകൾ പലതും ഇറങ്ങുന്നുണ്ടെങ്കിൽ പോലും വീഡിയോ നമ്മൾ മാറ്റി ആ പാട്ടിലോട്ട് ഇടുമ്പോൾ നമുക്ക് ഇത് കിട്ടില്ല, വ്യൂസ് കിട്ടില്ല. അതായത് നമ്മുടെ വീഡിയോക്ക് റീച്ച് കിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് അവർ വീണ്ടും ആ പാട്ടിൽ തന്നെ ഇരുന്നത്. അപ്പോൾ കുറേ പേര് ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു തെലുങ്ക് പാട്ടാണ് ഇപ്പോൾ ഒരു 10-20 പ്രാവശ്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ ഒരു പാട്ട് ചിലപ്പോൾ നമുക്ക് വേറെ കിട്ടും, ലക്കിന് വരും. അപ്പൊ നമ്മൾ അതിലല്ല പറയണത് എല്ലാ പാട്ടിലും ഇട്ടൊന്ന് നോക്കും. ഏതെങ്കിലും ഒരു പാട്ടിൽ നമുക്ക് ഇതേപോലെ വീണ്ടും വ്യൂസ് കിട്ടുമ്പോൾ
പിന്നെ ആ പാട്ടിൽ കുറച്ച് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വലിയ ആൾക്കാർ വേറെ പാട്ടിലിടുമ്പോൾ അവർക്ക് അധികം വ്യൂസ് കിട്ടില്ല. അപ്പോൾ അവരതിൽ തന്നെ ആ പാട്ടിൽ തന്നെ തുടർന്നിടും. അപ്പോൾ ഒരു പാട്ടൊക്കെ മാക്സിമം ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെയാണ് റീച്ചായി നിൽക്കുള്ളൂ. അപ്പോൾ അടുത്ത പാട്ട് വരുമ്പോൾ നമ്മൾ ആ പാട്ടിലോട്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ അതിലും റീച്ച് കിട്ടുമ്പോൾ നമ്മൾ ആ പാട്ടിൽ ഈ പറഞ്ഞ പോലെ 2 ആഴ്ച 3 ആഴ്ച. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അല്ലാണ്ട് എന്താ പറയുക, നമ്മൾ പ്രത്യേകിച്ച് യൂട്യൂബിലൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാം. പിന്നെ കോപ്പി അടി എന്ന് പറഞ്ഞ കളിയാക്കണ ആൾക്കാരുടെ അടുത്ത് പറയാനുള്ള മറുപടി ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങളും ഇതുപോലെ ശ്രദ്ധിച്ചും കണ്ട് ചെയ്യുക, എല്ലാത്തിലും കയറി. പിന്നെ കോപ്പിയുടെ കിട്ടാണ്ടിരിക്കാൻ ഏറ്റവും നല്ല വേറൊരു മകത വോൺ വോയിസ്, സ്വന്തമായിട്ടുള്ള വോൺ വോയിസുകൾ. സ്വന്തമായിട്ട് വോൺ വോയിസ് എന്ന് പറഞ്ഞാൽ എന്തോരം ചെയ്യും. അതല്ല അന്നാന്ന് വീട്ടിൽ നടക്കാം അങ്ങനത്തെ ഒക്കെ ഇടാൻ. പിന്നെ വീട്ടില് ചോറ് വയ്ക്കുന്നത്, കൂട്ടാൻ വയ്ക്കുന്നത്, പോണത്, ഡ്രസ് എടുക്കാൻ പോണത്, അതില് കോപ്പിയടി ഉണ്ടാവില്ല. അപ്പൊ കോപ്പിയടി എന്ന് പറയുന്ന ആൾക്കാർ നിരന്തരം വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കത് റീച്ച് കിട്ടണം എന്നില്ല. നമ്മള് അല്ലാതെ വലിച്ചു വാരിയിട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ തന്നെ ഞങ്ങളുടെ ചാനൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞങ്ങള് കുറെ കോമഡിയാണ്. ആൾക്കാർക്ക് ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കണതോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതല്ല. ആൾക്കാർക്ക് ടെൻഷൻ അടിച്ചിരിക്കുമ്പോ ചിരിക്കണം. ഞങ്ങൾക്കും കുറേ ടെൻഷനുണ്ട്, നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഞങ്ങളുടെ ടെൻഷനുള്ളൂ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ചിരിപ്പിക്കുക, അപ്പോൾ നമുക്ക് കുറച്ച് റീച്ച് കിട്ടും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഞങ്ങളൊരാളിനെ കളിയാക്കാനോ ഒന്നിനും അല്ല. ഇങ്ങനെയൊക്കെയാണ് യൂട്യൂബിലത്തെ സംഭവം. അത് കുറേ പേർക്ക് അറിയില്ല. കുറേ പേര് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ ഇതുപോലെ വ്യൂസ് കിട്ടണം. ഞങ്ങളൊന്നും ചെയ്തിട്ടല്ല. കറക്റ്റ് ടൈമിൽ 2.5 കൊല്ലമായി നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. 2.5 കൊല്ലമായിട്ട് നമ്മൾ ഇത് തന്നെ ചെയ്യുന്നത്. കറക്റ്റ് ഒരു സമയത്തിന് ഇടുക, പിന്നെ എന്താ പറയുക, വ്യത്യസ്തമായ കണ്ടന്റുകൾ ഇടുക, ആൾക്കാരെ പരമാവധി ചിരിപ്പിക്കാൻ നോക്കുക. പിന്നെ ഒരു പാട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാനൊന്ന് മാറ്റി ചെയ്ത് നിങ്ങളൊരു കാര്യം ചെയ്യുക. അതായത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് യൂട്യൂബിൽ പ്രമുഖരായിട്ടുള്ള ഒരു ഏത് പാട്ടിലാണ് വീഡിയോ ഇടണേന്ന് നോക്കാം. അവർ 2-3 പാട്ടിൽ വീഡിയോ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. ആ പാട്ടിൽ കയറി നിങ്ങളും ഇടാം. അതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാനുള്ള ഒരു ഇത്. എൻ്റെ ഒരു ഐഡിയ. ഞങ്ങൾ ഇതുപോലെ പറഞ്ഞ പ്രമുഖരായിട്ടുള്ള കുറച്ച് ആൾക്കാരെ സേവ് ചെയ്ത് വെക്കുന്നിട്ട് അവർ ഏത് പാട്ടിലിടണമെങ്കിൽ ആ പാട്ടിൽ ഞങ്ങൾ ഇട്ട് നോക്കും. അപ്പോൾ അവർക്ക് കിട്ടുന്ന റീച്ച് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തുടർന്നും ആ പാട്ടിൽ തന്നെ ഇടും. അത് കഴിയുമ്പോൾ അവർ ഇതിലിടണമെങ്കിൽ അതിലും മാറിയിടും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പരിപാടിയില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂട്യൂബ് എന്ന് പറയുന്നത് ഒരാൾക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണ്. കുറേ പേര് പറയും ഇത്ര 1000 വ്യൂ കിട്ടി കഴിഞ്ഞാൽ $40 കിട്ടും. അതൊരിക്കലും ഇല്ല. അതൊക്കെ നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണയാണ്. യൂട്യൂബ് പൈസ തരുന്ന യൂട്യൂബിൻ്റെ മുതലാളിക്ക് മാത്രമേ അറിയുള്ളൂ. നമുക്കൊന്നും കൂടി ഇരുന്ന് അത് എത്ര കിട്ടും, എങ്ങനെ കിട്ടും, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലര് വിചാരിക്കുന്നത് സബ്സ്ക്രൈബർ നോക്കിയിട്ട് കാശ് കിട്ടും. ഒരിക്കലും അല്ലാട്ടാ. അപ്പൊ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു 5 ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ട്, ഒരുപാട് കാശ് കിട്ടും. അങ്ങനെയല്ല എന്റെ പരിപാടി. അങ്ങനെയല്ല എന്റെ പരിപാടി. അതായത് നമ്മുടെ വീഡിയോ 1 ലക്ഷം പേര് കണ്ട, 2 ലക്ഷം 10 ലക്ഷം പേര് കാണുന്നതിനനുസരിച്ചിട്ടാണ് പൈസ. പക്ഷെ ഒരു മിനിറ്റ്, വേറെ കാര്യം, ചില വീഡിയോ ചിലപ്പോൾ ലക്ഷങ്ങൾ കണ്ടാലും അത്ര നമ്മൾ വിചാരിച്ച പൈസ കിട്ടില്ല. ചില വീഡിയോ കുറച്ച് പേര് കണ്ടാലും നല്ല പൈസ കിട്ടും. കാരണം നമ്മളിടുന്ന വീഡിയോ ഇത്ര ലോങ്ങില് കാണുന്നു, അവസാനം വരെ കാണുന്നു. അതിനാണ് അവസാനം വരെ കാണണം. അല്ലാണ്ട് ഒരു വീഡിയോ 10 ലക്ഷം പേര് ഒരു പകുതി വരെ കണ്ടിട്ട് കാര്യമില്ല. ആ 10 ലക്ഷം പേര് ഫുള്ളായിട്ട് ആ വീഡിയോ കാണുമ്പോഴാണ് നമുക്ക് നല്ലൊരു വരുമാനം അതിന് കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പൊ പുതിയതായിട്ട് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ പൈസ ഒന്നും കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഫേസ്ബുക്കിൽ പൈസ കിട്ടുന്നുണ്ട്, യൂട്യൂബിലും പൈസ കിട്ടുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിൽ പുതിയതായിട്ട് ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരും എന്താ പറയുക അമ്മമാരും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലുമൊക്കെ ഫോളോ ചെയ്തേക്കുക. അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇത്തിരി ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് ചെയ്യുന്നു. അത്ര ഉള്ള കാര്യം നമ്മൾ തുറന്ന് പറയാമല്ലോ. നമുക്ക് അതുകൊണ്ട് ഒരു മടിയുമില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം. ബൈ ബൈ. അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.